ഇന്ത്യയിൽ നടക്കുന്ന വർഗീയ കലാപങ്ങൾക്ക് പിന്നിൽ പെന്തക്കോസുകാർക്ക് പങ്കുണ്ട് എന്ന് പറഞ്ഞാൽ പലരും നെറ്റിച്ചുളിക്കും. ഞാൻ ഭോഷ്ക് പറയുകയാണെന്ന് പലരും വിചാരിക്കും. എന്നാൽ എൻ്റെ ഈ വീഡിയോ കേട്ടതിന് ശേഷം നിങ്ങൾ ഒരു തീരുമാനത്തിലെത്തുക. നിങ്ങളിൽ പലരും ചിന്തിക്കുന്നത് ശുഭ്രവസ്ത്രധാരികളായി ദൈവത്തെ ആരാധിക്കുന്ന, ആരോടും ഒരു വഴക്കിനും മല്ലിനും പോകാത്ത, പ്രത്യക്ഷ രാഷ്ട്രീയം പോലും കാണിക്കാത്ത ഇവർ എങ്ങനെ വർഗീയ കലാപത്തിന് പിന്നിൽ ഉണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കും. എന്നാൽ ആദ്യം എൻ്റെ വീഡിയോ കാണുക. പെന്തക്കോസ്ത് സമുദായത്തിൽ ഒരു അജണ്ടയുണ്ട്: ഭാരതത്തെ സുവിശേഷീകരിക്കുക. ഇതിനായി ഇവർ വളരെയേറെ പ്രയത്നിക്കുന്നുണ്ട്. നാം കണ്ടിട്ടുണ്ട്, നമ്മുടെ വഴിയോരങ്ങളിൽ ഇവർ വന്ന് പ്രാർത്ഥനകൾ നടത്തുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം ഇതിന്റെ ഭാഗമായിട്ടുള്ളതാണ്. വടക്കേ ഇന്ത്യയിലേക്ക് ഇവിടെ നിന്നും ഇവർ അഭ്യസ്ത വിദ്യരായ ഹിന്ദി അറിയാവുന്ന ദമ്പതികളെ സുവിശേഷ വേലയ്ക്കായി അയക്കുന്നു. ഇങ്ങനെ പോകുന്നവർ വടക്കേ ഇന്ത്യയിലുള്ള കുഗ്രാമങ്ങളിൽ എത്തുകയും അവിടെ അവർ സുവിശേഷ പ്രവർത്തനം നടത്തുകയും ചെയ്യുന്നു. ഈ സുവിശേഷ പ്രവർത്തനം നടത്തുന്നത് വിദ്യാഭ്യാസവും വിവരവുമില്ലാത്ത, ഒന്നും അറിയാത്ത ഗ്രാമീണരിലാണ്. അവർ അവിടെ താമസിക്കുന്നത് വളരെ ചെറിയ പരിസ്ഥിതിയിൽ താമസിച്ചു വരുന്ന ആളുകളാണ്. ചെറിയ കമ്പുകൾ മെണഞ്ഞ് അതിൽ ചാണകവും മണ്ണും കൊണ്ട് കുഴച്ച് തേച്ച് പിടിപ്പിച്ച് ഭിത്തി ഉണ്ടാക്കി പുല്ല് മേഞ്ഞതും തകരം മേഞ്ഞതുമായ വീട്ടിൽ താമസിക്കുന്ന, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത പാവങ്ങളുടെ അടുത്താണ് ഇവർ സുവിശേഷ വേലയ്ക്കായി എത്തുന്നത്. ഇങ്ങനെ പോകുന്ന ഇവർ സ്വന്തം പണത്തിലല്ല പോകുന്നത്. അതിനായി ഇവിടെ നിന്നും അവർക്ക് ഫണ്ട് അയച്ചു കൊടുക്കും. ഇതിന്റെ പേര് സപ്പോർട്ട് എന്നാണ്. ഈ സപ്പോർട്ടിന്മേലാണ് ഇവർ സുവിശേഷ പ്രവർത്തനത്തിനായിട്ട് വടക്കേ ഇന്ത്യയിലേക്ക് പോകുന്നത്. അവിടെ എത്തി ഇവർ ഒരു ഗ്രാമം കണ്ടുപിടിക്കുകയും അവിടെ ഇവർ ഹിന്ദിയിലുള്ള ട്രാക്റ്റുകൾ വിതരണം ചെയ്യുകയും ഹിന്ദി ബൈബിളുകൾ വിതരണം ചെയ്യുകയും യേശുവിനെ പറ്റിയുള്ള സുവിശേഷങ്ങൾ അവിടെ അറിയിക്കുകയും ചെയ്യും. അങ്ങനെ അവിടെ നിന്നും കുറെ ആളുകൾ ഇവർക്ക് കിട്ടും. അവിടെ അവർ സഭായോഗങ്ങൾ സംഘടിപ്പിക്കുകയും അവിടെ ജീവിച്ചു വരികയും ചെയ്യും. ഏതെങ്കിലും ഒരു കുടിൽ വാടകയ്ക്കെടുത്ത് ഇവർ അവിടെ താമസിക്കും. ചിലർ സൗജന്യമായി കൊടുക്കും, ഭക്ഷണവും കിട്ടും. അങ്ങനെ അവരുടെ ഇടയിൽ ഇവർ പ്രവർത്തിച്ച് അവിടെ ഒരു ചെറിയ ഒരു സഭ രൂപീകരിക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്ത് കുറെ മാസങ്ങൾ കഴിയുമ്പോൾ ഇത് മറ്റ് ആളുകൾ ഇത് അറിയുകയും ഗ്രാമത്തിലെ സർപഞ്ച് അതാ ഗ്രാമമുഖ്യൻ ഇത് അറിയുകയും ചെയ്യും. അപ്പോൾ എവിടെയും ഉണ്ടല്ലോ സ്വന്തം സമുദായത്തിന് വേണ്ടി വഴക്കുണ്ടാക്കുവാൻ നടക്കുന്ന ആളുകളുണ്ട്. ഉടനെ തന്നെ അവർ അവിടെ എത്തുകയും ഇവരെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്യുന്നു. ഇവർ താമസിച്ചിരുന്ന കുടിലിന് തീയിടുകയും ഇവരുടെ ബൈബിളും സാധനങ്ങളും എല്ലാം നശിപ്പിക്കുകയും ചെയ്യും. ഈ വീഡിയോകൾ നമ്മുടെ മലയാളികൾ പിടിച്ച് കേരളത്തിൽ പ്രചരിപ്പിക്കും സോഷ്യൽ മീഡിയയിൽ. അതായത് സുവിശേഷ പ്രവർത്തനം നടത്തുന്ന പാവപ്പെട്ട പാസ്റ്റർമാരെ തല്ലുന്നു എന്ന് പറഞ്ഞു. ഇത് കാണുമ്പോൾ മലയാളികളായ നമുക്ക്, പ്രത്യേകിച്ച് ക്രൈസ്തവർക്ക് അത് വലിയ വിഷമമുണ്ടാക്കും. ഇവരെ ഉപദ്രവിച്ചതിന് ശേഷം ഈ ആളുകൾ നോക്കുമ്പോൾ അതാ തലയുയർത്തി പള്ളികൾ നിൽക്കുന്നു കുരിശും ചുമന്നുകൊണ്ട്. പിന്നെ ഇവരുടെ ശ്രദ്ധ പള്ളികളിലേക്കാണ്. ആ പള്ളികൾ ഈ പെന്തക്കോസ്തുകാരുടെ ആണെന്ന് തെറ്റിദ്ധരിച്ച് അവർ ഈ പള്ളികൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുന്നു. ഇവർ അവിടെ ചെന്ന് നടത്തിയ പ്രവർത്തനമാണ് പ്രശ്നങ്ങൾക്ക് വഴിമരുന്നിട്ടുകൊടുത്തത്. ഞാൻ ചോദിക്കട്ടെ, ക്രിസ്ത്യാനികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശം, അതല്ലെങ്കിൽ പെന്തക്കോസ്തുകാർ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശം, ഇവിടെ മറ്റ് മതസ്ഥരായ ആളുകൾ വന്ന് അവരുടെ മതപ്രചരണം നടത്തിയാൽ എങ്ങനെ ഈ ക്രിസ്ത്യാനികൾ പ്രതികരിക്കും? എങ്ങനെ ഈ പെന്തക്കോസ്തുകാർ പ്രതികരിക്കും? ഇവരും അതിനെ ചെറുത്ത് തോൽപ്പിക്കാൻ ശ്രമിക്കുകയില്ലേ? മതങ്ങളല്ലേ നമ്മുടെ ഈ രാജ്യത്തെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത്. മതങ്ങളില്ലാത്തവർ ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ? അവർ നിശബ്ദരായി ഇരിക്കുകയല്ലേ? ഈ മതങ്ങളാണ് ഇവിടെ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിൽ നിന്ന് വടക്കേന്ത്യയിലേക്ക് പോകുന്ന ഈ പെന്തക്കോസ്തുകാരാണ് യഥാർത്ഥത്തിൽ
വർഗീയ കലാപത്തിന് വഴിമരുന്നിടുന്നതെന്ന് ഞാൻ തറപ്പിച്ചു പറയും. ഈ മതപ്രചരണം എന്ന് ഈ രാജ്യത്ത് നിരോധിക്കുന്നുവോ അന്നേ ഈ രാജ്യത്ത് സമാധാനം ഉണ്ടാവുകയുള്ളൂ. ഏതൊരാളും താൻ വിശ്വസിക്കുന്ന മതത്തിൽ വിശ്വസിച്ചുകൊള്ളൂ. എന്തിനാണിത് പ്രചാരണം നടത്തുവാനും മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുവാനും പോകുന്നത്? ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, ഈ സുവിശേഷം നിങ്ങൾ ലോകം മുഴുവൻ അറിയിപ്പീൻ. അത് എഴുതിയത് കൊണ്ട് അന്നത്തെ കാലാവസ്ഥയാണോ ഇന്നുള്ളത്? അന്നത്തെ സെറ്റപ്പ് ഒന്നുമല്ല ഇന്നുള്ളത്. ഇന്ന് ലോകം മാറിയിരിക്കുന്നു. 2000 വർഷം മുമ്പുള്ള ലോകമല്ല ഇന്ന്. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ കാര്യങ്ങൾ ഓടുകയില്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. വടക്കേ ഇന്ത്യയിൽ പോകുന്ന ഒരുപാട് പാസ്റ്റർമാർ തല്ലുകൊള്ളുന്നുണ്ട്. കഴിഞ്ഞ വർഷം മധ്യപ്രദേശിൽ ചർച്ചിന് മുകളിൽ കാവിക്കൊടി കെട്ടി ജയ ശ്രീരാം വിളിക്കുമ്പോൾ ഞാൻ മധ്യപ്രദേശിൽ ഉണ്ടായിരുന്നു. ഞാനതിന് ദൃക്സാക്ഷിയല്ല, പക്ഷെ അവിടെ നിന്നും 3 കിലോമീറ്റർ അകലെ ഞാൻ താമസിച്ചിരുന്നു. 3 അല്ലെങ്കിൽ 4 കിലോമീറ്റർ അകലെ. അപ്പൊ ഈ വർഗീയ കലാപങ്ങൾക്ക് വഴിമരുന്നിടുന്നതിന്റെ ആദ്യഘട്ടം ഈ ചേരി പ്രദേശങ്ങളിൽ, അതായത് പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന ഏരിയയിൽ ചെന്ന് നടത്തുന്ന സുവിശേഷ പ്രവർത്തനമാണ്. ഞാൻ ഈ പറഞ്ഞത് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. വടക്കേ ഇന്ത്യയിൽ നമ്മൾ ചെന്നാൽ ചില ഗ്രാമീണ മേഖലയിലുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ നമുക്ക് സുവിശേഷ പ്രവർത്തനത്തിനെത്തിയ മലയാളി ദമ്പതികളെ കാണാൻ പറ്റും. ഇവർ വളരെ ബുദ്ധിമുട്ടിയാണ് അവിടെ സുവിശേഷ പ്രവർത്തനം നടത്തുന്നത്. ഞാൻ പലരുമായി സംസാരിക്കുമ്പോൾ അവർ പറയും, ഇവിടെ വലിയ ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഇവർ ബുദ്ധിമുട്ടി ജീവിച്ച് സുവിശേഷം പറയുകയാണ്. എന്നിട്ട് അതുകൊണ്ടാണ് അവിടെ വർഗീയ കലാപത്തിന് ആരംഭം. എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് കേട്ടപ്പോൾ കാര്യങ്ങളുടെ പ്രസക്തി എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമസ്കാരം.